കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനന്ദയുടെയും പയ്യൻ്റെയും ഫോട്ടോ കണ്ടപ്പോഴേ സുഭാഷ് ഏട്ടൻ ഓക്കെ ആയെന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കരുതണമെങ്കിലേ തൻ്റെ അത്ര കാണാൻ ഭംഗിയില്ലാത്ത ആളെ കെട്ടി സുനന്ദയ്ക്ക് ഒരു പണി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാവണം സുഭാഷ് ഏട്ടൻ. അത് സുധീഷ് ചിലപ്പോൾ കരുതും, പക്ഷേ സുഭാഷ് ഏട്ടൻ അങ്ങനെ ഒരിക്കലും കരുതില്ല എന്ന് നിധി പറയുമ്പോൾ പിന്നെ സുഭാഷ് ഏട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. സുനന്ദയ്ക്ക് ഇത്തിരി കൂടി നല്ല ആളെ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നാ പറഞ്ഞത്. അതിലും ഉള്ളിലുള്ള സ്നേഹ പുറത്തു വന്നത്, അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള സന്തോഷമൊന്നുമല്ല എന്ന് നിധി പറയുമ്പോൾ അത് ഏട്ടത്തി പറഞ്ഞത് ശരിയാ, സുഭാഷ് ഏട്ടൻ്റെ ഉള്ളിൽ കുശുമുകുന്നായ്മയൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് നികേഷും പറയുന്നുണ്ട്. അങ്ങനെ മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ തോന്നൂ എന്ന് നിധി പറയുമ്പോൾ അത് കറക്റ്റ്, സുധീഷ് ഏട്ടൻ അങ്ങനെ തോന്നിയതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായി എന്ന് ഹരീഷും പറയുന്നുണ്ട്. പോടാ ദ്രോഹി, കഷ്ടപ്പെട്ട് അവിടെ പോയി ആ ചെറുക്കൻ്റെ ഫോട്ടോയും സംഘടിപ്പിച്ച് വന്നിട്ട് എനിക്ക് തന്നെ കുറ്റമല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ കഷ്ടപ്പെടുന്ന സമയത്തെ സുഭാഷ് ഏട്ടന് നല്ലൊരു ബന്ധം കണ്ടെത്താൻ ശ്രമിച്ചൂടെ, അങ്ങനെയെങ്കിലും ആ മനുഷ്യന് നല്ലൊരു കൂട്ട് കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിധി റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കായിരുന്ന അവരുടെ അച്ഛൻ ഭാസ്കരനും തൻ്റെ തോർത്തെടുത്ത് തലയിൽ കെട്ടി സൈക്കിളും എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അയാൾ റോഡിലൂടെ തൻ്റെ സൈക്കിളും എടുത്ത് പോകുമ്പോഴേക്കും എതിരെ വന്ന ബ്രോക്കർ, ആഹാ ഇതാര് ഭാസ്കരേട്ടനോ, ഞാൻ ഭാസ്കരേട്ടനെ കാണാനിരിക്കായിരുന്നു, ഇപ്പോൾ കണ്ടത് എന്തായാലും നന്നായി എന്നയാൾ പറയുമ്പോൾ ചുമ്മാ കള്ളം പറയാതെടോ, 2 വർഷമായില്ലേ താൻ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്, ഇതുവരെ എൻ്റെ മോനൊരു പെണ്ണ് ശരിയായി കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞോ, ചുമ്മാ ബ്രോക്കർ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നു എന്ന് ഭാസ്കരൻ പറയുമ്പോൾ, ഭാസ്കരേട്ടാ കാണിച്ചു തന്നില്ല എന്ന് മാത്രം പറയരുത്, എത്ര വീടുകളിൽ പോയി നമ്മൾ പെണ്ണ് കണ്ടു, ശരിയാവാത്തത് എൻ്റെ കുറ്റാണോ, നിങ്ങളുടെ വീടിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പെണ്ണു വീട്ടുകാർ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോകുന്നത് എൻ്റെ കുറ്റം കൊണ്ടാണോ എന്നയാൾ പറയുമ്പോൾ, ഈ നാട്ടിലെ മറ്റു വീടുകൾക്കില്ലാത്ത എന്ത് കുറവാടോ ഭാസ്കരൻ്റെ വീട്ടിനുള്ളത് എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാം, പക്ഷെ വരുന്നവർക്ക് കൂടി അത് തോന്നണ്ടേ, ഇപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയാൻ ഞാൻ സുഭാഷിനെ വിളിച്ചതാ, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല എന്നയാൾ പറയുമ്പോൾ, എങ്ങനെ എടുക്കാനാടോ, നിന്നിലുള്ള വിശ്വാസം അവന് പോയില്ലേ, ഇപ്പോൾ അവൻ മാട്രിമോണിയില്ല പെണ്ണ് നോക്കുന്നേ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അതിലൂടെ ചിലപ്പോൾ പെണ്ണൊക്കെ കിട്ടും, പക്ഷേ ബ്രോക്കർ അരവിന്ദം കൊണ്ടുവരുന്ന പെൺകുട്ടികൾക്ക് വിശ്വാസ്യത കൂടും, കുടുംബം, പാരൻസ്, കുട്ടികൾ, ചുറ്റുപാട് എല്ലാം ഓക്കെ ആയ ബന്ധങ്ങളെ നമ്മുടെ കൈ കാണൂ, പോയി ചതിക്കപ്പെടാനാണെങ്കിൽ പോയിക്കോ, പിന്നീട് എന്നെ കാണുമ്പോൾ അരവിന്ദോ താൻ മുഖേന തന്ന ബന്ധം തന്നെ മതിയായിരുന്നു എന്ന് പറയാനിട വരരുത് എന്ന് ബ്രോക്കർ പറയുന്നുണ്ട്. താനെ വലിയ വർത്താനം പറയാതെ എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ നോക്ക് എന്ന് ഭാസ്കരൻ പറയുമ്പോൾ, ഭാസ്കരേട്ടാ പെൺകുട്ടിയെ കിട്ടാത്തതല്ല പ്രശ്നം, നിങ്ങളുടെ നാട്ടുകാരുടെ നാവാണ് പ്രശ്നം, ഏതെങ്കിലും പെൺകുട്ടികളുടെ വീട്ടുകാർ വന്ന് അന്വേഷിച്ചാൽ അപ്പോൾ അമ്മ ഓതി കൊടുക്കും, പെണ്ണ് വാഴാത്ത വീടാണ്, ആണുങ്ങൾ മാത്രമുള്ള വീടാണ് എന്നൊക്കെ എന്ന് ബ്രോക്കർ പറയുമ്പോഴേക്കും, അപ്പോൾ അവിടെ തങ്കം പോലെ ഒരു കൊച്ചു താമസിക്കുന്നില്ലേടാ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അത് പ്രേമിച്ച് കെട്ടിയതല്ലേ, പ്രേമത്തിന് കണ്ണും കാതൊന്നും ഇല്ലാന്നല്ലേ പറയുന്നത്, നാട്ടുകാരോടൊക്കെ അതാര് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന് ബ്രോക്കർ പറയുമ്പോൾ, എന്നിട്ട് ആ പെൺകുട്ടി ഇത്രയും കാലം ആ വീട്ടിൽ തന്നെയല്ലേ ജീവിച്ചേ, താൻ പെൺവീട്ടുകാരോട് ഇതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്ക്, എന്നിട്ട് ഏത് നാട്ടുകാരാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് എന്നോട് പറ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, പിന്നെ ഒരാഴ്ചക്കുള്ളിൽ താനൊരു നല്ല ബന്ധവുമായി വരണം, ഇല്ലെങ്കിൽ താൻ ഈ ബ്രോക്കർ പണി നിർത്തുന്നതാ നല്ലത് എന്ന് ഭാസ്കരൻ ഭീഷണിയോടെ പറയുമ്പോൾ, അതെന്തിനാ എന്ന് ബ്രോക്കർ സംശയത്തോടെ ചോദിക്കുമ്പോൾ, ഭാസ്കരൻ അയാളുടെ അടുത്തേക്ക് ചെന്ന്, വണ്ടി ഓടിക്കാൻ പറ്റാതെ വീട്ടിലിരിപ്പായാൽ കാണാനും കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അരവിന്ദ, എന്താ ശരിയല്ലേ എന്നയാൾ ചോദിക്കുമ്പോൾ, അതെ എന്ന് ബ്രോക്കറും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ താൻ വിട്ടോ, പിന്നെ കുട്ടി നല്ലതായിരിക്കണം എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. പിന്നീട് മുറ്റത്തെ ടേബിളിലിരുന്ന് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെയും കൂട്ടരെയാണ് കാണിക്കുന്നത്. സുഭാഷ് ഏട്ടാ ബിരിയാണി സൂപ്പർ എന്ന് നികേഷ് പറയുമ്പോൾ, അതെ സുഭാഷ് ഏട്ടാ മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ എന്താ കഴിക്കാതെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കഴിച്ചോളാം എന്ന് സുഭാഷും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇരിക്കെ ഞാൻ വിളമ്പിത്തരാം എന്ന് നിധി പറയുമ്പോൾ, ഏയ് വേണ്ട ഞാൻ എടുത്ത് കഴിച്ചോളാം എന്നും പറഞ്ഞ് സുഭാഷ് ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ബിരിയാണി വിളമ്പി കഴിക്കുന്നുണ്ട്. അച്ഛനെവിടെ നികേഷേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, കയ്യിലെ കള്ള് തീർന്നു കാണും, അത് വാങ്ങിക്കാൻ പോയതായിരിക്കും എന്നവനും പറയാണ്. സുഭാഷ് ഏട്ടാ ഞാനിപ്പോഴേ സുഭാഷ് ഏട്ടൻ എന്നോട് പണ്ട് പറഞ്ഞൊരു കാര്യം ഓർക്കായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ, എന്ത് കാര്യാടാ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിലെങ്ങോ ആണ്, എപ്പോഴും ഒരു പെൺകുട്ടി എന്നോട് സംസാരിക്കായിരുന്നു, പെട്ടെന്നൊരു ദിവസം അവൾ സംസാരങ്ങൾ നിർത്തി, മറ്റൊരു പയ്യനുമായി കമ്പനിയായി, ഞാൻ സങ്കടത്തോടെ സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് ചെന്നു, സുഭാഷ് ഏട്ടൻ അപ്പോൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ എന്ന് ചോദിക്കുമ്പോൾ, സുഭാഷ് എനിക്കങ്ങനെ ഒരു കാര്യമേ ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്, സുഭാഷ് ഏട്ടൻ അന്ന് പറഞ്ഞ വാക്കുകളെ കല്ലി കൊത്തിവെച്ച പോലെ എൻ്റെ നെഞ്ചിൽ ഇപ്പോഴും ഉണ്ട്, നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തന്നെ കിട്ടും, അതാർക്കും തടഞ്ഞു നിർത്താനൊന്നും ആവില്ല എന്ന് നിധിയെ നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട്. അണക്കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയാലും അത് നമ്മളുടെ അടുത്ത് എത്തണമെങ്കിൽ അത് ആ അണക്കെട്ട് പൊളിച്ചാണെങ്കിലും നമ്മുടെ അടുത്ത് എത്തും, അല്ലാതെ നമുക്ക് വിധിച്ചിട്ടില്ലാത്തതാണെങ്കിൽ എത്ര പരിശ്രമിച്ചാലും നമുക്കത് കിട്ടില്ല എന്നാണ് സുഭാഷ് ഏട്ടൻ പറഞ്ഞത്, ഓർമ്മയുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഞാനോ എന്ന് സുഭാഷും പറയുന്നുണ്ട്.
അതെ സുഭാഷ് ഏട്ടാ, അന്ന് സുഭാഷ് ഏട്ടൻ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്ന് ഞാൻ സുഭാഷ് ഏട്ടന് തന്നെ പറഞ്ഞു തരിക. അതുകൊണ്ട് ഇനിയൊരിക്കലും കഴിഞ്ഞ കാര്യങ്ങളിലൊന്നും ഓർത്ത് വിഷമിക്കരുത് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ഓക്കെ, പക്ഷേ 9ാം ക്ലാസ്സിലെ ഇങ്ങനെയൊരു ലവ് സ്റ്റോറി അത് കുറച്ച് കടന്നു പോയില്ലേ. പിന്നെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നുണ അത് അതിലും കടന്നുപോയി എന്ന് നികേഷ് പറയുമ്പോൾ നുണയൊന്നും അല്ലടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. പച്ചക്കള്ളം തന്നെയാ, അതിനുള്ള കാരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് നികേഷ് പറയുമ്പോൾ എന്ത് കാരണം എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് മിണ്ടാതിരുന്നാൽ തന്നെ സുധീഷ് ഏട്ടൻ എന്തായാലും മിണ്ടാതെ വിടില്ല എന്നുള്ളത് തന്നെ എന്ന് നികേഷ് പറയുന്നത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആകെ പെട്ടുപോയ സുധീഷ് എടാ നിന്നെ ഞാൻ എന്ന് നികേഷിനോടായി പറയുമ്പോഴേക്കും അത് കറക്റ്റാ, അതെന്തായാലും കലക്കി നികേഷേ, ഈ കാര്യത്തിൽ എന്തായാലും സുധീഷ് ഏട്ടനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഓഹോ അങ്ങനെയാണോ, എങ്കിൽ നിന്റെ 10ാം ക്ലാസ്സിലെ കാര്യം ഞാൻ പറയട്ടെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്ത് കാര്യം എന്ന് സംശയത്തോടെ ഹരീഷ് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം എന്ന് സുധീഷും പറയുന്നുണ്ട്. ഏയ് കഥയൊന്നുമില്ല, അതൊന്നും പറയണ്ട എന്ന് ഹരീഷ് പറയുമ്പോൾ കഥ എന്താണെന്ന് ഞാൻ പറയാം. അവിടെ അടിച്ചു വരാൻ വരുന്ന ഒരമ്മായി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിന്റെ കഥ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവന്റെ കളിയും ചിരിയും ഒക്കെ സ്നേഹത്തോടെ നോക്കിയിരിക്കുകയാണ് നിധിയും. സംസാരത്തിനിടയിൽ നിധി തന്നെ നോക്കുന്നത് കണ്ട് സുധീഷിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോൾ അവർ 4 പേരും ഹാളിൽ ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അവിടെ പായയിലിരുന്ന് ഫോൺ നോക്കുന്ന സുധീഷിന്റെ അടുത്തേക്ക് സുഭാഷ് വന്നുകൊണ്ട് അവന്റെ ഫോണിലേക്ക് എത്തി നോക്കുന്നുണ്ട്. നീ ഈ പരിപാടി ഇതുവരെ നിർത്തിയില്ലേ, ഈ പെൺകുട്ടികളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കുന്നത് എന്ന് സുഭാഷ് പറയുമ്പോൾ എൻ്റെ സുഭാഷ് ഏട്ടാ, ഈ പെൺകുട്ടികൾ ഫോട്ടോസും വീഡിയോ ഒക്കെ ഇടുന്നതേ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ എടാ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. എന്നാലേ ഒരു കാര്യം ചെയ്, ഈ കാര്യം നിധിയുടെ അടുത്ത് ചെന്ന് പറ, അതിനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതെ, ആ കുട്ടിയുടെ കൂടെ നിനക്ക് ജീവിക്കണം എന്നല്ലേ ആഗ്രഹം, എനിക്കും നീ അവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം തന്നെ ആഗ്രഹം, എന്നിട്ടും നീ മാത്രം എന്താടാ മാറാത്തെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എൻ്റെ സുഭാഷ് ഏട്ടാ, നിങ്ങളിങ്ങനെ ശിലായുഗത്തിലെ മനുഷ്യനെ പോലെ സംസാരിക്കല്ലേ, ഈ റീൽസും ഫോട്ടോസൊക്കെ കണ്ടെന്ന് കരുതി സദാചാരം മാറൊന്നുമില്ല, നമ്മൾ കാണാൻ വേണ്ടിയിട്ടല്ലേ അവരിതൊക്കെ അപ്ലോഡ് ചെയ്യുന്നേ, നാളെ രാവിലെ എഴുന്നേറ്റ് ലൈക്സ് എത്ര ഉണ്ടെന്ന് അവർ നോക്കും, കുറഞ്ഞാൽ അവർക്ക് സങ്കടാവില്ലേ, പാവല്ലേ എന്നും പറഞ്ഞ് സുഭാഷിനെ സോപ്പിട്ടുകൊണ്ട് സുധീഷ് വീണ്ടും ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഈ 11 മണിക്ക് ആരാ സുഭാഷ് ഏട്ടനെ വിളിക്കാൻ എന്ന് സുധീഷ് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കുന്നുണ്ട്. ഇതാ പെണ്ണാ എന്ന് സുഭാഷ് പറയുമ്പോൾ ഏത് പെണ്ണെന്ന് സുധീഷും അന്ന് കഫേയിൽ വെച്ച് നമ്മൾ കണ്ടില്ലേ ആ പെൺകുട്ടി എന്ന് സുഭാഷ് പറയുമ്പോൾ ഓഹോ ഗേൾ വിത്ത് ബെസ്റ്റി അല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഫോൺ എടുക്ക് എന്ന് സുധീഷ് പറയുമ്പോൾ അയ്യോ വേണ്ട, നമ്മൾ അതൊക്കെ ഒഴിവാക്കിയതല്ലേ, ഇനി എന്തിനാ വെറുതെ സംസാരിച്ചിട്ട് എന്ന് സുഭാഷ് പറയുമ്പോൾ അതൊന്നും സാരമില്ല സുഭാഷ് ഏട്ടാ, ഫോൺ എടുക്ക് എന്ന് സുധീഷ് നിർബന്ധിക്കുന്നുണ്ട്. വേണ്ടടാ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും കോൾ കട്ടാവാണ്. ഭാഗ്യം കട്ടായി, സംസാരിക്കണ്ടല്ലോ എന്ന് സുഭാഷ് സമാധാനിക്കുമ്പോഴേക്കും വീണ്ടും കോൾ വരുന്നുണ്ട്. എടുത്ത് സംസാരിക്കും സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ വേണ്ട എന്ന് സുഭാഷും ദേ ഞാൻ വേണമെങ്കിൽ മാറിയിരിക്കാം എന്ന് സുധീഷ് പറയുമ്പോൾ എടാ ആ പെൺകുട്ടി പറയുന്നത് എനിക്ക് ദഹിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, വെറുതെ എന്തിനാ എന്നും പറഞ്ഞ് സുഭാഷ് കോൾ എടുക്കാൻ മടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് എങ്കിൽ പിന്നെ ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞ് കോൾ എടുക്കാണ്. ഹലോ എന്ന് സുധീഷ് പറയുമ്പോൾ തിരിച്ച് ഹലോ എന്ന് അവളും പറയുന്നുണ്ട്. ആഹാ നല്ല സൗണ്ടാണല്ലോ എന്ന് സുഭാഷിനോടായി പറഞ്ഞുകൊണ്ട് ഹലോ പറഞ്ഞോളൂ എന്ന് സുധീഷ് വീണ്ടും അവളോടായി പറയാണ്. സുഭാഷ് അല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതേ എന്ന് സുധീഷും പറയുന്നുണ്ട്. നേരത്തെ വിളിച്ചായിരുന്നല്ലേ, ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ രാത്രി വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയോ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. ഹേയ് എന്ത് ഡിസ്റ്റർബൻസ്, കുട്ടിക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ദേഷ്യത്തോടെ അവൻ്റെ കഴുത്തിനിട്ട് പിടിക്കുന്നുണ്ട്. അവളൊരു ചിരിയോടെ പിന്നെന്താ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചോ എന്ന് സുധീഷും ചോദിക്കുകയാണ്. കഴിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു എന്നവൾ പറയുമ്പോൾ ഓ ഫ്രൂട്ട്സ് ഡയറ്റാണോ, അല്ലെങ്കിലും രാത്രി ഹെവി ഫുഡ്സ് നല്ലതല്ല, ഫ്രൂട്ട്സാ നല്ലത്, സ്കിന്നിനും അത് നല്ലതാ എന്ന് സുധീഷ് പറയുമ്പോൾ എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് സുഭാഷ് ദേഷ്യത്തോടെ അവനെ പിടിച്ച് വലിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അന്ന് തന്നെ കണ്ടപ്പോൾ സ്കിന്നൊക്കെ നല്ല തിളക്കമുണ്ടായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ അവളും ചിരിയോടെ താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സുധീഷും സന്തോഷത്തോടെ താങ്ക്സ് എന്ന് തിരിച്ചു പറയുമ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ പിന്നെ കരുതി ബിസി ആയിരിക്കുമെന്ന് എന്നവൾ പറയുമ്പോൾ അതെ ഞാൻ ആക്ച്വലി കുറച്ച് ബിസി ആയിരുന്നു, കുട്ടി ചിന്തിച്ച് അത്ര ബിസി ആയിരുന്നില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇയാൾ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, പക്ഷേ അന്ന് കോഫി ഷോപ്പിൽ വെച്ച് നല്ല സൈലൻ്റ് ആയിരുന്നല്ലോ എന്നവൾ ചോദിക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ഐശ്വര്യ എന്ന് ചിരിയോടെ സുധീഷും പറയുന്നുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് കാണണ്ടേ എന്നവൾ ചോദിക്കുമ്പോൾ അതിനെന്താ കാണാലോ, പക്ഷേ കൂടെ ആ ബെസ്റ്റ് ഉണ്ടാവുമോ എന്നവൻ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചേ എന്നവളും ചോദിക്കുന്നുണ്ട്. അല്ല കല്യാണം കഴിഞ്ഞാലും അവൻ കൂടെ ഉണ്ടാവുമോ എന്നറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതെ ഐശ്വര്യ, ഞാൻ സുഭാഷ് ഒന്നല്ല, സുഭാഷിൻ്റെ അനിയൻ സുധീഷ, ഞാൻ അന്ന് കുട്ടിയെ വിളിച്ച് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തത്, അന്ന് നിങ്ങൾ ബെസ്റ്റിയായിട്ട് വന്നിട്ട് എൻ്റെ ചേട്ടൻ്റെ മുന്നിൽ കുറേ പെർഫോം ചെയ്തിട്ട് പോയില്ലേ, അപ്പോൾ തന്നെ കുട്ടിയായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ, പിന്നെ ഇത്രയും നേരം സംസാരിച്ചത് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു നമ്പർ ഇട്ടതാ,
അതുകൊണ്ട് കുട്ടി ഈ കോൾ കട്ട് ചെയ്ത് കുട്ടിയുടെ ബെസ്റ്റിയെ വിളിക്കേ, എന്നിട്ട് പുലരും വരെ കുണുങ്ങി കുണുങ്ങി സംസാരിക്കേ. അപ്പം ശരി, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് സുധീഷ് കോൾ കട്ട് ചെയ്യാണ്. സുധീഷ് കോൾ കട്ട് ചെയ്ത് ഫോൺ സുഭാഷിനെ ഏൽപ്പിക്കുമ്പോൾ എന്തിനാടാ കുട്ടിയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. എന്തേ എന്നവൻ തിരിച്ച് ചോദിക്കുമ്പോൾ, അല്ല എന്തായാലും ഈ ബന്ധം വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ വിഷമിപ്പിച്ചേ എന്ന് സുഭാഷ് ചോദിക്കുകയാണ്. അയ്യോ, അങ്ങനെ എല്ലാവരോടും അയ്യോ പാവം തോന്നാൻ. എൻ്റെ പേര് സുഭാഷ് എന്നല്ല, ഐ ആം സുധീഷ്. അന്നേ അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. ഇപ്പോഴാ ഒരു ചാൻസ് കിട്ടിയത്. സുഭാഷ് ഏട്ടൻ ആദ്യം ഞാൻ ആ കുട്ടിയോട് പഞ്ചാര അടിക്കാന്ന് വിചാരിച്ചു അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അത് നീ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ കരുതിപ്പോയി എന്ന് സുഭാഷ് പറയുമ്പോൾ, ചില നിർദോഷമായ കള്ളങ്ങളൊക്കെ പറയുന്നേ ഉള്ളൂ, അത്ര മോശപ്പെട്ട ആൺകുട്ടിയൊന്നല്ല ഞാൻ എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉറങ്ങിക്കിടന്നിരുന്ന നികേഷ് പെട്ടെന്ന് എഴുന്നേറ്റ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അഭിഭീഷാള് ശരിയല്ലാന്ന് എന്ന് പറയുമ്പോൾ, മിണ്ടാതെ കിടന്നുറങ്ങടാ എന്ന് സുഭാഷ് അവനെ വഴക്ക് പറയുന്നുണ്ട്. അവരോടൊരു ഗുഡ് നൈറ്റും പറഞ്ഞ് നികേഷും ഉറങ്ങാൻ കിടക്കാണ്. അവൻ്റെ കൂടെ തന്നെ സുഭാഷും സുധീഷും ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അവിടെ നിധിയുടെ വീട്ടിൽ രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണ് അരുൺ. സാന്ദ്രയോട് യാത്ര പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും എപ്പോൾ വരും എന്നവൻ ചോദിക്കുമ്പോൾ, വൈകിട്ടാവും എന്നവളും പറയുന്നുണ്ട്. ശരി, ഞാൻ ഇറങ്ങട്ടെ എന്നവൻ പറയുമ്പോൾ, ഉച്ചയ്ക്ക് വരുമോ എന്നവളും ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ യാത്ര പറഞ്ഞിറങ്ങാണ്. സാന്ദ്ര അവൻ പോയോന്ന് നോക്കിക്കൊണ്ട് നേരെ അമ്മയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അരുൺ എന്തോ എടുക്കാൻ മറന്ന് തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴേക്കും അമ്മയുടെ റൂമിലേക്ക് പോകുന്ന സാന്ദ്രയാണ് കാണുന്നത്. സാന്ദ്ര മെല്ലെ ചെന്ന് ഷെൽഫിൻ്റെ ഡോറ് തുറന്ന് നിധിയുടെ ആധാർ കാർഡ് എടുത്ത് ഫോണിൽ ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ അരുൺ പുറത്തുനിന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് സാന്ദ്ര ഫോൺ എടുത്ത് റൂമിൽ ചെന്ന് ഫോൺ ചാർജിന് വെക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഒരു ബുക്ക് എടുത്ത് സാന്ദ്ര ആധാർ കാർഡിലെ നമ്പർ അതിൽ എഴുതിക്കൊണ്ട് ആധാർ കാർഡ് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാണ്. സാന്ദ്ര അത് കൊണ്ടുവയ്ക്കാൻ പോയ സമയത്ത് അരുൺ പെട്ടെന്ന് റൂമിലേക്ക് വന്ന് അതിലെ ഒരു നമ്പർ എഴുതിയത് മാറ്റി എഴുതാണ്. സാന്ദ്ര ഇതൊന്നും അറിയാതെ ആ നമ്പർ നിധിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത് അവൾക്കുള്ള മെസ്സേജ് അയക്കാണ്. അപ്പോഴേക്കും അവിടെ സുധീഷിൻ്റെ വീട്ടിൽ റൂമിലിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെ എങ്ങനെ ഇംപ്രസ് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് സുധീഷ്. അവൻ അടുക്കളയിലിരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്ത് അതിലെ വേസ്റ്റൊക്കെ ഹാളിൽ തട്ടി മാച്ചിയെടുത്ത് അടിച്ചു വാരാൻ ഒരുങ്ങുന്നുണ്ട്. നിധി അവനെ ശ്രദ്ധിക്കാത്തത് കണ്ട് കുറച്ച് വേർപ്പൊക്കെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ജഗ്ഗിലെ വെള്ളം എടുത്ത് മുഖത്തൊക്കെ തളിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവൻ ഒരു ചുമയൊക്കെ ചുമച്ചുകൊണ്ട് അവിടെയൊക്കെ അടിച്ചു വാരാണ്. അപ്പോഴേക്കും സാന്ദ്രയുടെ മെസ്സേജ് നിധിയുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. നിധി, ഇത് നിന്റെ ആധാർ കാർഡാണ്, നീ ഈ നമ്പർ വെച്ച് പുതിയ ആധാർ കാർഡ് എടുത്തോ എന്നുള്ള സാന്ദ്രയുടെ മെസ്സേജ് കേട്ട് സന്തോഷത്തോടെ ഫോണിലേക്ക് നോക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിൽക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം.